Hello dear students, ഇന്നത്തെ ക്ലാസ് നമുക്ക് തെർമോഗ്രാമെട്രിക് അനാലിസിസ് TGA ഇൻസ്ട്രുമെന്റേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ TGA പ്രിൻസിപ്പിൾ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് TGA ഓർമ്മയുണ്ടല്ലോ? TGA നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് TGA ലാസ്റ്റ് കിട്ടേണ്ടത്. മാസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് അത് നമ്മൾ TGA കിട്ടുന്നത് നമുക്ക് മീൻസ് അത് ആ പാരറ്റസ് ഉപയോഗിച്ചിട്ടൂടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താണ് നമ്മുടെ TGA ഗ്രാഫ് മീൻസ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോൾ 5 മാർക്കിന് നമുക്ക് മാക്സിമം ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ കിട്ടുന്ന ഇതാണ് നോക്കണം. ഏതൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടുക. ടെമ്പറേച്ചർ ടെമ്പറേച്ചറും തമ്മിലുള്ള മാസ് എന്നുള്ള ഗ്രാഫ് ഈ ഗ്രാഫാണ് നമുക്ക് അല്ലേ ABC ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് TGA കിട്ടുന്നത്. ഞാൻ പറഞ്ഞു അതായത് പ്രിൻസിപ്പിൾ TGA പ്രിൻസിപ്പിൾ കേട്ട ശേഷം മാത്രം ഈ ക്ലാസ് കേൾക്കുക. മറ്റേ കണക്ഷൻ ആണ്. അപ്പൊ എന്താണ് അവിടെ നമുക്ക് നോക്കുക അപ്പാരറ്റസ്. ഒന്നാമത് സാമ്പിൾ എടുക്കുന്നുണ്ട്. ഇതാണ് സാമ്പിൾ. അവിടെ ഫർണസ് ഉണ്ട്, പിന്നെ ഒരു പവർ സോഴ്സ് ഉണ്ട്. ഫർണസ് എന്തിനോട് എനിക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സാധനം. പിന്നെ പവർ സോഴ്സ് ഉണ്ട്, പിന്നെ അവിടെ ഉള്ളത് തെർമൽ ഇൻസുലേഷൻ, ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്താണ് സാമ്പിൾ കണക്ട് ചെയ്ത് അനലിറ്റിക്കൽ തെർമോ ബാലൻസ് ഉണ്ട്, പിന്നെ റെക്കോർഡർ കൊണ്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടെമ്പറേച്ചർ സെൻസർ എന്തിനോട് ഉപയോഗിക്കുന്നുണ്ടാവുക? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെ. അതേപോലെ തന്നെ അനലിറ്റിക്കൽ തെർമോ ബാലൻസ് എന്തിനാ ഉപയോഗിക്കുന്നുണ്ടാവുക? അതിന്റെ മാസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ബാലൻസ് മാസ് മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കിട്ടും, മാസ് കിട്ടും. അതാണ് നമുക്കിവിടെ ഈ ഗ്രാഫ് റെക്കോർഡ് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടുന്ന ഗ്രാഫായിട്ട് മനസ്സിലായി. നമുക്ക് ഇനി നെക്സ്റ്റ് പോവാം. ഇതിലേക്ക് പോവാം. ആദ്യം വരുന്നത് അതിന്റെ അപ്പാരറ്റസ്. ഈ ഫിഗർ വരച്ച ശേഷം നമ്മൾ അതിന്റെ അപ്പാരറ്റസ് ആണ് പറയുന്നത്. പിന്നെ അവിടെ എൻവയോൺമെന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതിനൊന്നും ഫസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് അനലിറ്റിക്കൽ തെർമോ ബാലൻസ്. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ പറയുന്നത്. സാമ്പിൾ എടുക്കുന്നതൊന്നും പറയുന്നില്ല, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ജസ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് the TGA apparatus അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് TGA consists of first one an analytical thermobalance that one for measuring the mass. അപ്പോൾ നമ്മൾ മനസ്സിലാദ്യം വേണ്ടത് നമ്മൾ ഇങ്ങനത്തെ സാധനം മെഷർ ചെയ്യുന്നു. മാസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. അത് നമുക്ക് ആദ്യം മാസ് അറിയണം, ടെമ്പറേച്ചർ അറിയണം അല്ലേ. അപ്പൊ മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അനലിറ്റിക്കൽ തെർമോബാലൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. അനലിറ്റിക്കൽ തെർമോബാലൻസ് ഫോർ മെഷറിംഗ് ദ മാസ്. ഓക്കെ, രണ്ടാമത് നോക്കാം ഫർണസ്. ഇത് അല്ലേ, ഫർണസ് ലിങ്ക്ഡ് വിത്ത് ദ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ്. അതായത് മൈക്രോ പവർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രോസസർ അത് പവർ കൊടുക്കുന്ന സാധനം ഇതിലേക്ക് ഫർണസിലേക്ക്. അപ്പൊ അത് കത്തിക്കണമല്ലോ, അത് ചൂടാക്കണം. അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ ചെയ്യുന്ന സാധനമാണ് പവർ സോഴ്സ്. ഏതുപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് ആണ്. മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അപ്പാരറ്റസ് ആണ്. അല്ലെ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കണം എന്നറിയാം. റൂം ടെമ്പറേച്ചർ തൊട്ടിട്ട് 1200 ഡിഗ്രി സെൽഷ്യസ് വരെ കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലെ. അത് നമുക്ക് എന്താണ് നമ്മൾ മാനുവലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനാണ് മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അപ്പാരറ്റസ് ആണ് എന്താണ്? ഫർണസ് ഉണ്ട് ലിങ്ക്ഡ് വിത്ത് കണക്ട് വിത്ത് ഏതൊരു കണക്ട് ചെയ്യുന്നത്? മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് ഫോർ സപ്ലൈ എന്ത് ഹീറ്റ് ഫോർ സപ്ലൈ എന്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? ഹീറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെ. ഹീറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ്. അത് കേൾക്കുന്നുണ്ട്. എന്താ എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ് പറയുമ്പോൾ എന്താ? എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യാനായിരിക്കൂലേ. എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഫോർ പ്രൊവൈഡിംഗ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ഇനേർട്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ നടക്കുന്ന ഏരിയ ഇനേർട്ട് ആയിരിക്കും. അവിടെ വേറെ കെമിക്കൽസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ആ അതർ കെമിക്കൽസ് ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതർ കെമിക്കൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഉണ്ടോ അതിന് വേണ്ടി ഉപയോഗിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എ റെക്കോർഡർ ദാറ്റ് gives a graph between temperature versus mass.
ടെമ്പറേച്ചറും ഗ്രാഫും ടെമ്പറേച്ചറും മാസും തമ്മിലുള്ള ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് റെക്കോർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബേസിക് വരുന്ന കാര്യം 4 മെയിൻ കമ്പോണന്റ് 4 അപ്പൊ ഈ 4 ആദ്യം പറയാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അനലിറ്റിക്കൽ ബാലൻസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഫർണസ്, എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ്സ്, നെക്സ്റ്റ് വൺ എന്താണ്? റെക്കോർഡ്. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന 4 കാര്യം. പറയാനുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ ഇൻസ്ട്രുമെന്റേഷന്റെ പാർട്സ് ഒക്കെ പറഞ്ഞു. എക്സ്പ്ലനേഷൻ പറയുമ്പോൾ a sample is placed in a crucible. The sample എന്ന് പറഞ്ഞ സാധനം ഒരു ക്രൂസിബിളിന്റെ അകത്തില്ല. ഇതാണ് ക്രൂസിബിൾ. ഒരു പാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പാത്രം, ചെറിയൊരു പാത്രം. അപ്പോൾ സാമ്പിൾ ഇസ് പ്ലേസ്ഡ് ഇൻ എ ക്രൂസിബിൾ. നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. ക്രൂസിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടാക്കാനും മറ്റും ഉപയോഗിക്കുന്ന ചെറിയൊരു ഒരു ഡിഷ്, ചെറിയൊരു പാത്രത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ക്രൂസിബിൾ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഇനി which is attached to an analytical thermobalance അല്ലേ? അത് ഏതൊരു കണക്ട് ചെയ്തിട്ട്? അനലിറ്റിക്കൽ തെർമോബാലൻസ് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അനലിറ്റിക്കൽ തെർമോബാലൻസിന്റെ വേണ്ടി ഉപയോഗിക്കുന്നത് മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. which is attached to an analytical thermobalance and is continuously heated അല്ലേ? പിന്നെ കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യാം. കണ്ടിന്യൂസ്ലി ഹീറ്റഡ് by using a power source. അത് നിങ്ങൾ വേർഡിൽ എഴുതിയാൽ കൂടുതൽ സൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ആ ഫിഗർ കറക്റ്റായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെന്നെ ഉപയോഗിക്കണമെന്നില്ല. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സാമ്പിൾ സ്പേസിന്റെ ക്രൂസിബിൾ എന്ന് പറഞ്ഞു which is attached to ഏതോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. which is attached to an analytical thermobalance അല്ലേ? അനലിറ്റിക്കൽ തെർമോബാലൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഈസ് ഈ സാധനം ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ഹീറ്റഡ് ബൈ യൂസിങ് എ പവർ സോഴ്സ് വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ. നെക്സ്റ്റ് എന്താണ്? ദ വെയിറ്റ് ചേഞ്ചസ് ഈസ് കൺവേർട്ട്. മാസ് ചേഞ്ച് അല്ലെ? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മാസ് ചേഞ്ച് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. വെയിറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നു? ആ വെയിറ്റ് ചേഞ്ച് ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അത് വാല്യൂ ഉണ്ടാവും, 5, 10 നോട്ടിൽ വാല്യൂ ഉണ്ടാവും വെയിറ്റ് ചേഞ്ച്. ആ വാല്യൂ നമ്മൾ ഏരിയ കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യാം. ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആംപ്ലിഫയർ ഉപയോഗിക്കും അല്ലേ? അപ്പൊ സോറി എന്താണ്? ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വേറെ സ്പെസിഫൈ ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? വെയിറ്റ് ചേഞ്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പൊ വെയിറ്റ് ചേഞ്ച് നമ്മൾ ഏതായി കൺവേർട്ട് ചെയ്യാം? ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യാം. Next, weight change is converted to electrical signal and is recorded at different temperature in y-axis. അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ആ വെയിറ്റ് ചേഞ്ചസിനെ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി റെക്കോർഡഡ് ഇൻ ദ എവിടെ y-axis. ഈ അനലിറ്റിക്കൽ തെർമോബാലൻസ് വെച്ച് നമ്മൾ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്തു. ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്തതിനാണ് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? y-axis റെക്കോർഡ് ചെയ്യും അല്ലേ? ആ തെർമോഗ്രാം ഇവിടെ എന്താണ്? റെക്കോർഡിൽ y-axis വരിക വെയിറ്റ് ചെയ്യും. ഓർമ്മയുണ്ടല്ലോ? നെക്സ്റ്റ് y-axis ഓഫ് ദ റെക്കോർഡർ. ദ ഫർണസ് ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നുണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് അല്ലേ? ടെമ്പറേച്ചർ ആ സോഴ്സ് വെച്ചിട്ട്. The furnace temperature is continuously recorded by a temperature sensor. ആ ഫർണസ് ടെമ്പറേച്ചറിനെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇവിടെ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടുത്തെ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഫർണസ് ടെമ്പറേച്ചർ നമുക്ക് കണ്ടിന്യൂസ് ആയി റെക്കോർഡ് ചെയ്യാം. ഫർണസ് ടെമ്പറേച്ചർ നമ്മൾ എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നുള്ളത്? എവിടെയാണ്? X ആക്സിസ്. അതവിടെ പറയുന്നത് ഫർണസ് ടെമ്പറേച്ചർ കണ്ടിന്യൂസ്ലി റെക്കോർഡഡ് by the temperature sensor whose signal is applied in the X axis of the recorder അല്ലേ? അതിന്റെ സിഗ്നൽ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? X ആക്സിസിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രുമെന്റേഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഒരു ക്രൂസിബിളിൽ നമ്മൾ സാമ്പിൾ എടുത്തു, അതിനെ നമ്മൾ തെർമോ ബാലൻസ് ആയിട്ട് കണക്ട് ചെയ്തു, പവർ സോഴ്സ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നു, മാസ് ചേഞ്ച് ഉണ്ടാവുന്നു. മാസ് ചേഞ്ച് റെക്കോർഡറിൽ നമുക്ക് ഇവിടെ കിട്ടുന്നു, y-axis കിട്ടുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടിന്യൂസ് ആയി മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടെമ്പറേച്ചറുടെ ഡിഫറൻസ് ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ കിട്ടുന്നു. X ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെ? X ആക്സിസ് ടെമ്പറേച്ചർ ആണ്, y-axis നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ടെമ്പറേച്ചർ X ആക്സിസ് അപ്ലൈ ചെയ്യുന്നു, മാസ് y-axis അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെക്കോർഡിൽ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫ് കിട്ടുന്നു. നിങ്ങളുടെ സംശയം എന്ന് പറയുമ്പോൾ അവിടെ തെർമൽ ഇൻസുലേറ്റർ എന്തിനാണോ? തെർമൽ ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ ടു കൺട്രോൾ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? തെർമൽ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏത് വന്നാൽ പറയേണ്ടത്? TGAയുടെ ഇൻസ്ട്രുമെന്റേഷൻ ചോദിച്ചാൽ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻസ് ഓഫ് TGA.
അപ്പോൾ നമ്മുടെ ടി ജി പറഞ്ഞിട്ടായിരുന്നു ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ടി ജി ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് നോക്കാം, നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ജസ്റ്റ് ഇത് മാത്രം പഠിക്കണം, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാക്സിമം വരുന്നത് ഇത് മാത്രം പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ the amount of filler in polymeric sample can be estimated. ഫില്ലർ എന്ന് പറയുമ്പോൾ എന്താ, പോളിമറിന്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഫില്ലർ എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് എന്ന ഫില്ലർ ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനം ഫില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലറിന്റെ എമൗണ്ട്, ഒരു പോളിമറിൽ ഫില്ലറിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം, ടി ജി ഉപയോഗിക്കാം. എന്നുവെച്ചാൽ അവിടെ അതിന്റെ ഹീറ്റിംഗ് പ്രോപ്പർട്ടി, ആ ഫില്ലറിന്റെ ഹീറ്റിംഗ് പ്രോപ്പർട്ടി മറ്റേതിന്റെ ഹീറ്റിംഗ് പ്രോപ്പർട്ടി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ ഹീറ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഹീറ്റ് ചെയ്യും, ടെമ്പറേച്ചർ അനുസരിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ പ്രസൻസ്. അതേപോലെ പറഞ്ഞ എമൗണ്ട് ഓഫ് ഫില്ലർ ഇൻ പോളിമറിക് സാമ്പിൾ ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. മനസ്സിലായല്ലോ? അതായത് പോളിമറിലുള്ള ഫില്ലറിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, amount of particular component in a sample can be estimated. അത് തന്നെയാണ് അവിടെ വരുന്നത്. ഒരു സാമ്പിളിലുള്ള പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എന്താണ് അതിന്റെ ഹീറ്റിംഗ് പ്രോപ്പർട്ടി തന്നെയാണ്. ആ സാമ്പിൾ വേഗത്തിൽ ഹീറ്റ് ആയി പോകുന്നുണ്ടാവും, മറ്റേ സാമ്പിൾ പതുക്കെ ഹീറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ the amount of particular component in a sample can be estimated. ക്ലിയർ ആയാലോ? ഒരു സാമ്പിളിലെ ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടി ജി അപ്പാരറ്റസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ക്വാണ്ടിറ്റി. ഇപ്പൊ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയെ നമ്മൾ നോക്കും, എമൗണ്ട് അല്ലേ? ഇവിടെ എമൗണ്ട് നോക്കും, എമൗണ്ട് നോക്കും. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ, ഇതാണ് ക്വാളിറ്റിയിൽ വരിക. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താ നമ്മൾ നോക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് അറ്റ് ഡീവിയേറ്റഡ് ടെമ്പറേച്ചർ ക്യാൻ ബി ഡിറ്റർമിൻഡ്. വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല, അതായത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് അറ്റ് ഡീവിയേറ്റഡ് ടെമ്പറേച്ചർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഡീവിയേറ്റ് ചെയ്യുന്ന വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസിന്റെ നമ്മുടെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്യൂരിറ്റി ആസ് വെൽ ആസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സാമ്പിൾ. ഒരു സാമ്പിളിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ ഐഡന്റിഫിക്കേഷനും അതുപോലെ തന്നെ പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഡീകമ്പോസിഷൻ മെക്കാനിസം. ഡീകമ്പോസ് ചെയ്യുന്ന മെക്കാനിസം അല്ല, വിഘടിക്കുന്ന മെക്കാനിസം. ഡീകമ്പോസിഷൻ മെക്കാനിസം ഓഫ് പോളിമേഴ്സ്, ഇനോർഗാനിക് സാൾട്ട് എക്സെട്ര ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ഇതൊക്കെയാണ് ഒരു പോളിമറിന്റെയും അതുപോലെ തന്നെ ഇനോർഗാനിക് സാൾട്ടിന്റെ ഒക്കെ ഡീകമ്പോസിഷൻ മെക്കാനിസം നമുക്ക് ഇത് വെച്ച് പറയാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഡീകമ്പോസിഷൻ മെക്കാനിസം പറയുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആവും അതിന്റെ ആ വസ്തുത. അപ്പൊ ഇത്രയാണ് എഴുതി വെച്ചതിന്റെ അപ്ലിക്കേഷൻ ഓഫ് ടി ജി എന്ന് ചോദിച്ചാൽ ഈ 5 അപ്ലിക്കേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. വേറെ ഒരു ഡീറ്റെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് രീതിയിൽ കണ്ടുപിടിക്കാം, അതിന്റെ മെക്കാനിസം നോക്കണ്ട, അതേ ചോദിക്കുള്ളൂ, വേറെ ചോദിക്കാനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ വർഷങ്ങളിലെ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് റൈറ്റ് എനി 3 അപ്ലിക്കേഷൻസ് ഓഫ് ടി ജി എ. അതിന് ബേസ് ചെയ്തിട്ടില്ല 5 പഠിച്ചു വെക്കരുത്. അഥവാ നമുക്ക് 5 മാർക്കിന് 12 എഴുതാൻ വേണ്ടി പറ്റണം, 5 പഠിച്ചു വെച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ടി ജി എ കർവിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നു. ടി ജി എ കർവിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുള്ളൂ. CaC2O4H2O. അതിന്റെ പേരെന്താ? കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് എന്ന് പറയും. മോണോഹൈഡ്രേറ്റ്, കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് അതിന്റെ എക്സാമ്പിൾ ആണ്. അതാ എക്സാമ്പിൾ വെച്ചിരുന്നത് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. മോണോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ വന്നത് ഇത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. CaC2O4 H2O ഒരു വാട്ടർ വന്നുകൊണ്ട് മോണോഹൈഡ്രേറ്റ് എന്ന് പറയും. ഹൈഡ്രേറ്റ് ആണ്, ഹൈഡ്രൈഡ് അല്ല, ഹൈഡ്രേറ്റ്. HYDRAT മോണോഹൈഡ്രേറ്റ്. അതിന്റെ ടി ജി എ കർമ്മം നമ്മൾ സിലബസ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ആ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവിടെയുള്ള ചേഞ്ചസ്,
മാസിലുള്ള ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് മെഷർ ചെയ്യണം. നമ്മൾ മാസ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ, വൈ ആക്സിസിൽ മാസ് ഗ്രാമിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അവിടെ വരുന്നത് ഫസ്റ്റ് നിങ്ങൾ നോക്കി ഇവിടെ ഈ പോയിന്റ് മാക്സിമം ഫുൾ മാസ് ആ ഇനീഷ്യൽ സ്റ്റേജ് ഇവിടെ വരിക. ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് that is CaC2O4H2O കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് എടുത്തിട്ടുണ്ട്. ഹൈഡ്രേറ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൊടുക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് 100 ഡിഗ്രി തൊട്ടിട്ട് 126 വരെ 100 തൊട്ടിട്ട് 226 വരെ നോക്കാം. അതായത് ഇവിടെ വെച്ചിട്ട് ശ്രദ്ധിക്കണേ, ഈ ഇതിപ്പോ 0 എടുക്കുന്നില്ല. 0 ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 0 ടെമ്പറേച്ചർ തൊട്ടിട്ട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആണ് പറഞ്ഞത്. റൂം ടെമ്പറേച്ചർ തൊട്ടിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനെന്തില്ല, അതേ ആ സാധനം തന്നെയുള്ളൂ. CaC2O4H2O തന്നെയുള്ളൂ. അതിന്റെ മാസിനും വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയാണ്, സ്റ്റേബിൾ ആണ്. അത് നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ പോർഷൻ ആണ്. ആ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു TG ഒക്കെ അതിന്റെ ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ടാവും. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. ആ തെർമൽ സ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾ നോക്കിയേ. 100 തൊട്ടിട്ട് 226 ഡിഗ്രി സെൽഷ്യസ് വരെ 100 തൊട്ടിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 226, that is 100 ഡിഗ്രി സെൽഷ്യസ് ടു 226 ഡിഗ്രി സെൽഷ്യസ് നോക്കാം. എന്താ സംഭവിക്കുന്നത്? 100 ഡിഗ്രി തൊട്ട് 226 ഡിഗ്രി സെൽഷ്യസ് വരെ ആവുന്ന സമയത്ത് 226 കൂട്ടിയാൽ മതി. അത് ഡീകമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യില്ലേ. എന്ത് സംഭവിച്ചു? CaC2O4 ഉള്ളൂ, എന്തില്ല, വാട്ടർ ഇല്ല. അതായത് ആ സമയത്ത് വാട്ടർ എസ്കേപ്പ് ചെയ്തു. അതായത് എന്താ നടക്കുന്നത്? ഡീഹൈഡ്രേഷൻ നടക്കുന്നത്. മാസ് കുറയും. അല്ലെ, ഡീഹൈഡ്രേഷൻ നടന്നാൽ സാധനം പോയില്ലേ, ഇവിടെ മാസ് കുറയും. അതാണ് ആ ടെമ്പറേച്ചർ റേഞ്ചിലാണ് 100 to 226 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ CaC2H2O gives എന്തായി മാറി? CaC2O4 ഉം H2O ആ റേഞ്ചിൽ. അപ്പൊ മാക്സിമം 226 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്തേക്ക് വാട്ടർ ഒന്ന് എസ്കേപ്പ് ചെയ്ത് പോയി. ഇനി നിങ്ങൾ നോക്കേണ്ടത് അതാണ് ആദ്യം ഇത് പറയാം അറ്റ്. ഇത് ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്, വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അറ്റ്. ഇതാദ്യം പറയാം എന്താണ്? ഫ്രം റൂം ടെമ്പറേച്ചർ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? there is no change occur when there is no chemical reaction occurs. There is no chemical reaction occurs. It indicates, അത് വേണം പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. It indicates the thermal stability of material. ഓർമ്മയുണ്ടല്ലോ, ആദ്യമാണ് പറയുന്നത് ഫ്രം ഏതൊക്കെയാണ് റൂം ടെമ്പറേച്ചർ. അതെവിടെ റൂം ടെമ്പറേച്ചർ ടു 100 ഡിഗ്രി സെൽഷ്യസ് നോ റിയാക്ഷൻ takes place. അല്ലേ, takes place. It indicates the, അതാണ് ഫസ്റ്റ് പറയേണ്ടത്. It indicates the thermal stability. അത് നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? ആ വസ്തുവിന്റെ തെർമൽ സ്റ്റെബിലിറ്റി ആണ്. അത് കഴിഞ്ഞ ശേഷം ആദ്യം കൊണ്ട് പറയാം. അത് കഴിഞ്ഞ ശേഷം 100 തൊട്ടിട്ട് 226 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് സംഭവിച്ചവിടെ? കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ചൂടാകുന്ന സമയത്ത് അല്ല ഈ വാട്ടർ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് അതേപോലെ പറയുന്നത് 226 തൊട്ടിട്ട് 346 വരെ അല്ലേ. ഇവിടെ ഫ്രം റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഫ്രം, അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫ്രം 226 ടു 346. ഓക്കെ, 226 തൊട്ടിട്ട് 346 വരെ എന്ത് മാത്രമേ ഉള്ളൂ? CaC2O4 മാത്രമേ ഉള്ളൂ അല്ലെ. CaC2O4 ഉള്ളൂ. അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ആണ്, മാസിൽ ചേഞ്ച് ഇല്ല. അതും തന്നെയാണ് തെർമൽ സ്റ്റെബിലിറ്റിനെ മനസ്സിലാക്കി തന്നെയാണ്. ഇത് തൊട്ടിട്ട് ഇതുവരെ തെർമൽ സ്റ്റെബിലിറ്റിനെ തന്നെ മനസ്സിലാക്കി തരുന്നു. നെക്സ്റ്റ് അടുത്തത് നോക്കിയേ, 346 മുതൽ 346 മുതൽ അല്ലെ ഏതുവരെ? 346 മുതൽ 420 ഡിഗ്രി സെൽഷ്യസ് വരെ അല്ലെ. 346 ടു 420 ഡിഗ്രി സെൽഷ്യസ് എന്ത് സംഭവിക്കുന്നത് നോക്കി. ഇവിടെ CaC2O4 നമ്മുടെ കയ്യിൽ ആദ്യം, പിന്നെ 346 ടു 420 ആകുന്ന സമയത്ത് ഏത് മാത്രമേ ഉള്ളൂ? CaCO3 ഉള്ളൂ. അവിടെ എന്ത് ഡിസോസിയേറ്റ് ചെയ്ത് പോയി? കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കുക, ആ റേഞ്ചിലാണ് CaC2O4 gives
CaCO3 plus CO. അതായത് കാർബൺ മോണോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. ഏതുവരെ 346 to 420. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ് 320 46 കാണിക്കാം ഡിസോസിയേഷൻ, അല്ലെങ്കിൽ 420 കാണിക്കാം, അല്ലെങ്കിൽ ആ ഇൻബിറ്റ്വീൻ ആ ഡിസോസിയേഷൻ നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റോ 420 മുതൽ 660 വരെ, 420 മുതൽ 660 വരെ എന്തില്ല, ഇങ്ങനെ വരുന്നു ഗ്രാഫ്. തെർമൽ സ്റ്റെബിലിറ്റിയാണ്. 420 മുതൽ 620 വരെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നാൽ മാസിനൊന്നും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് തെർമൽ സ്റ്റെബിലിറ്റിനെ കാണിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 660 തൊട്ടിട്ട് 840 വരെ. എന്താണ് 660 തൊട്ടിട്ട് 840 വരെ നോക്കിയേ. 660 തൊട്ടിട്ട് അല്ലെ അറ്റ് 660 ടു 840 എന്ത് സംഭവിക്കുന്നു ഇവിടെ നോക്കിയേ. CaCO3 ഉണ്ടായിരുന്നു ഇവിടെ. ഇനി ഈ റേഞ്ചിൽ വരുമ്പോൾ എന്തായി 840 സമയത്ത് CaO മാത്രമായി. അതായത് അവിടെ നടക്കുന്ന ഡിസോസിയേഷൻ CaCO3 ഡിസോസിയേറ്റ് ചെയ്തിട്ട് CaO കാർബൺ ഡൈ ഓക്സൈഡായി മാറും. പിന്നെ എന്താണ് ഇവിടെ 840 തൊട്ട് 980 വരെ സ്റ്റേബിൾ ആണ്. പിന്നെ അതിന് റിയാക്ഷൻ ഒന്നുമില്ല. അതാ മാക്സിമം. ഏറ്റവും ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് CaO. അപ്പൊ ഇതാണ് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ എന്ത് TGA കർവ്. അപ്പൊ 3 എന്തുണ്ട് 1 2 3 3 ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ട്. ഏതൊക്കെ? റൂം ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസ് ശ്രദ്ധിക്കണം, കോമൺ ആയി പറഞ്ഞാൽ മതി. റൂം ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസ് 226 ടു 346, പിന്നെ 460 ടു 660, 420 ടു 660, 840 ടു 980. അതെല്ലാം 4 പോർഷൻ, 4 ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ട്. 4 എന്താണ് ഇവിടെ? നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ തെർമൽ സ്റ്റെബിലിറ്റി. കോമൺ ആയി പറഞ്ഞാൽ മതി. there are four എന്തുണ്ട് 4 horizontal portion. there are 4 horizontal portion. ഏതൊക്കെയാണെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെ വേണം പറയാം. ഈ രീതിയിൽ പറയാം, അല്ലെങ്കിൽ there are 4 horizontal portion. ഏതൊക്കെയാണ്? from the to the, from the to the, അല്ലേ അതിട്ടോ. there is no reaction takes place. It indicates the thermal stability of the material. അവിടെ thermal stability നെ കാണിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ മെയിൻ ആയി പറയേണ്ടത് ഇതാണ്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ടു 226 ഡിഗ്രി സെൽഷ്യസ് എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഡിസോസിയേഷൻ നടന്നിട്ട് വാട്ടർ നഷ്ടപ്പെടുന്നു. ആദ്യം കൊടുത്തേക്ക് വാട്ടർ നഷ്ടപ്പെടുന്നത്, പിന്നെ ആ പ്രോഡക്റ്റ് കാൽസ്യം ഓക്സലേറ്റ് ആയി. കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്, ഇത് കാൽസ്യം ഓക്സലേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് എന്നതിന് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ ഈ റേഞ്ചിൽ. കാൽസ്യം ഓക്സലേറ്റിന് 346 420 സമയത്ത് എന്തായി മാറി? കാൽസ്യം കാർബണേറ്റ് ആയി മാറി. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. ലാസ്റ്റ് സ്റ്റെപ്പിൽ 660 ടു 840 സമയത്ത് കാൽസ്യം കാർബണേറ്റ് ഇല്ല, CaO ഉള്ളൂ. അങ്ങനെ അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ആയി പോയി. ഈ 3 റിയാക്ഷൻ കറക്റ്റായി പഠിക്കുക, എഴുതി പഠിക്കുക. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റേഞ്ചും അതേപോലെ തന്നെ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ എഴുതാൻ വേണ്ടി പോകാൻ പാടില്ല. ആ റേഞ്ചിലാണ് ഡിസോസിയേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ ടെമ്പറേച്ചർ റേഞ്ചിൽ എന്താണ് ഉണ്ടാകുന്നത് അല്ലെ? ഓരോ ടെമ്പറേച്ചർ റേഞ്ചിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താ നോക്കിയാൽ ഈ ടെമ്പറേച്ചർ ഇത് അല്ലെ ഇവിടെ ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ? നമുക്ക് എന്താ ഒരു കമ്പോണന്റിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ കാൽസ്യം ഓക്സലേറ്റ് ഏത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് എവിടെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഡിസോസിയേഷൻ മെക്കാനിസം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ എന്താണ് ഡിസോസിയേഷൻ മെക്കാനിസം ഓഫ് പോളിമേഴ്സ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എക്സെട്ര പഠിക്കാൻ അതിന്റെ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ TGA നെ പറ്റി പഠിക്കുന്നത്. അപ്പൊ TGA ന്റെ ബേസിൽ വരുന്നത് ഒന്നാമത്തെ നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞു, അതേപോലെ നെക്സ്റ്റ് അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞു, അപ്ലിക്കേഷൻ കഴിഞ്ഞു. TGAക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് എക്സാമ്പിളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയെന്ന് പറഞ്ഞുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.